മെയ് 8 ഈസ്റ്റർ ദിവസങ്ങളിലെ 5-ാം ആഴ്ചയിലെ വെള്ളിയാഴ്ച. യോഹന്നാൻ 15:12 മുതൽ 17 വരെ വാക്യങ്ങൾ. ഷിക്കാഗോയിലെ ഒരു മുനിസിപ്പൽ പാർക്കിൻ്റെ പേര് മിൽട്ടൺ ഒലീവ് പാർക്ക് എന്നാണ്. പാർക്കിൻ്റെ പേരിന് പിന്നിലെ കഥ വളരെ അർത്ഥവത്താണ്. 1965 ഒക്ടോബറിൽ വിയറ്റ്നാമിൽ പോരാടിയ 19 വയസ്സുള്ള ഒരു സൈനികനായിരുന്നു മിൽട്ടൺ ഒലീവ്. അദ്ദേഹം ഒരു ഹാൻഡ് ഗ്രനേഡിൽ സ്വയം വീണ് 4 സഖാക്കളുടെ ജീവൻ രക്ഷിച്ചു. മരണാനന്തരം അദ്ദേഹത്തിന് മെഡൽ ഓഫ് ഓണർ നൽകിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ലിൻഡൻ ജോൺസൺ പറഞ്ഞു, മരിക്കണമെന്ന് തീരുമാനിച്ച ആ അവിശ്വസനീയവും ഹ്രസ്വവുമായ നിമിഷത്തിൽ അവൻ മറ്റുള്ളവരെ ഒന്നാമതും തന്നെ അവസാനവുമാക്കി. ഏതൊരു മനുഷ്യനും എടുക്കേണ്ട ഏറ്റവും പ്രയാസമേറിയതും എന്നാൽ ഉയർന്നതുമായ തീരുമാനമാണിതെന്ന് ഞാൻ എപ്പോഴും വിശ്വസിച്ചിട്ടുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, ഒരാൾ തൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ജീവൻ ത്യജിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല. മിൽട്ടൺ ഒലീവ് നേരിട്ടതിനേക്കാൾ വളരെ കുറച്ച് ധൈര്യം മാത്രം ആവശ്യമുള്ള സാഹചര്യങ്ങളിൽ പോലും മറ്റുള്ളവരെ നമ്മുടെ മുൻപിൽ നിർത്താൻ നമ്മൾ എത്രത്തോളം തയ്യാറാണ്. നമ്മൾ ഒരിക്കലും അറിയാത്ത ഒരാൾക്ക് വേണ്ടി നമ്മൾ ചെയ്ത ഏറ്റവും വലിയ ത്യാഗം എന്താണ്? ഇന്ന് തിരുസഭ കൺവേർഷൻ ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റിയുടെ സ്ഥാപകയായ കനോസയിലെ വിശുദ്ധ മഗ്ദലീനയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. കൺവേർഷൻ സിസ്റ്റേഴ്സ് കാലത്തിൻ്റെ അടയാളങ്ങൾക്കനുസരിച്ച് പല വിധത്തിൽ ജനങ്ങളെ സേവിക്കുന്നു. അവരുടെ സ്ഥാപക പറഞ്ഞതുപോലെ നമ്മൾ കാലത്തിനൊപ്പം നടക്കണം. പ്രത്യേകിച്ച് ശാശ്വതവും നിരന്തരവുമായിരിക്കണമെന്ന് ആഗ്രഹിച്ച 3 അപ്പോസ്തോലിക പ്രവർത്തനങ്ങൾ കനോസിയൻസിനുണ്ട്. ഒന്ന്, എല്ലാ തലങ്ങളിലുമുള്ള പ്രത്യേകിച്ച് ദരിദ്രർക്ക് മതബോധനം നൽകുക. 2, സ്കൂളുകൾ വിശ്വാസത്തിൻ്റെ പ്രബോധകരായിരിക്കണം സിസ്റ്റേഴ്സ് എന്ന് സ്ഥാപക ആഗ്രഹിച്ചു. 3, ആസ്പത്രികളിലും വീട്ടിലുമുള്ള സന്ദർശനം, പ്രത്യേകിച്ച് പ്രായമായവരെയും രോഗികളെയും മരിക്കുന്നവരെയും സന്ദർശിക്കുക. കൺവേർഷൻസിൻ്റെ ആത്മീയത മഗ്ദലീനയുടെ അഭിപ്രായത്തിൽ ദാനധർമ്മം മാത്രം ശ്വസിക്കുന്ന ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ അനുകരണം എന്നും നിങ്ങളുടെ മാതൃകയനുസരിച്ച് നോക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നും ദുഃഖങ്ങളുടെ മാതാവിനോടുള്ള ഭക്തി എന്നും പറയുന്നു. മഗ്ദലീന തൻ്റെ അനുയായികൾക്ക് ഹൃദയത്തിൻ്റെ യഥാർത്ഥ ഐക്യമുണ്ടായിരിക്കണമെന്ന് ആഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, പല കൺവേർഷൻ കോൺവെൻറ്റുകളിലും എനിക്ക് സന്ദർശിക്കാൻ സാധിച്ചിട്ടുണ്ട്. ബാംഗ്ലൂർ, നീലഗിരീസ്, കൊച്ചി, ആലപ്പി, തിരുവനന്തപുരം, നൈറോബി എന്നിവിടങ്ങളിലെ കോൺവെൻറ്റുകളിൽ ഞാൻ പോയിട്ടുണ്ട്. ഇടവകകളിലും സ്കൂളുകളിലും അവരുടെ സമർപ്പിത സേവനത്തിലൂടെ കനോസയിലെ വിശുദ്ധ മഗ്ദലീനയുടെ ആത്മീയത അവർ പിന്തുടരുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.